കൽബിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് കുറച്ച് സമയത്തിനകം നമ്മൾ നടത്താൻ പോകുന്നത്. ഇറ്റ്സ് എ മ്യൂസിക്കൽ, ഇറ്റ്സ് എ റൊമാൻറ്റിക് മൂവി. അതിൻ്റെ ഡയറക്ടർ സാജിദ് യഹിയയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ 20ാമത്തെ സിനിമയാണ് കൽബ്. അത് 30ലേറെ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ. അതിൽ 20 പാട്ടുകളുണ്ട്. അതിൽ പല പാട്ടുകളും നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ഇവിടെ പ്ലേ ചെയ്യും. പുറത്തെത്തിയിട്ടുണ്ട് അവർ, അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കൽബ് നിങ്ങളുടെ 20ാമത്തെ സിനിമയാണ്. അങ്കമാലി ഡയറീസിൽ 100ലേറെ പുതുമുഖ താരങ്ങളുമായിട്ട് വന്നു. എല്ലാവരും അത്ഭുതത്തോടെ നിന്നു, ഇത് ഹിറ്റാവുമോ ഇല്ലയോ, ഇത്രയും പേരെ എങ്ങനെ അഭിനയിപ്പിക്കും. നിങ്ങൾ കാണിച്ചു തന്നു, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും. ഇപ്പൊ വീണ്ടും 30ലേറെ പുതുമുഖങ്ങളുമായിട്ടാണ് വരുന്നത്. എന്താണ് കൽബ്? എന്തുകൊണ്ടോ അങ്ങനെ ഒരു പേര് ഫ്രൈഡേ ഫിലിം ഹൗസ് വന്നിട്ടുണ്ട്. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സമീപിക്കാറുണ്ട്. അപ്പോൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമയാണ് കൽബ്. രേണു നേരത്തെ പറഞ്ഞ പോലെ 30ൽ പരം റിലേറ്റീവ്ലി ന്യൂമായിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൽബ് വരുന്നത്. സാജിദാണ് എൻ്റെ ഡയറക്ഷൻ. സാജിദിൻ്റെ 3ാമത്തെ സിനിമയാണ്. മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷം പാലോട്ടി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി, എന്നാലും അത് റിലീസ് ചെയ്തിട്ടില്ല. ഇത് 3ാമത്തെ ചിത്രമാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു പ്രണയത്തിൻ്റെ 7 തലങ്ങളിലൂടെ, അല്ലെങ്കിൽ 7 തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ 7 തലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് കൽബ്. ഇതിൽ രഞ്ജിത്ത്, സജീവ്, മൈക്ക് എന്ന സിനിമയിലൂടെ അഭിനയിച്ച റിലേറ്റീവ്ലി ന്യൂകമറായ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. നേഹ എന്ന പുതുമുഖമാണ്. നേഹനെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണും. നേഹയാണ് നായികയായിട്ട് അഭിനയം. പിന്നെ കൂടാതെ ഒരുവൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായ മുഖങ്ങൾ, അവരെല്ലാം കൂടെ നിങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ കാണാം. അവരാണ് അതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എവർഗ്രീൻ സിദ്ദിഖ ആണ് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ലേനയോടൊപ്പം. 3 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ന്യൂ ടെക്നീഷ്യൻസിനെ ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഐ വിൽ കോൾ അപ്പോൺ സാജിദ് ടു ടോക്ക് മോർ അബൌട്ട് ദ ഫിലിം. പ്ലീസ് ഗിവ് സാജിദ് എ ബിഗ് ക്ലാപ്പ്, ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം. സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുന്നതിൽ. സുരാഗ് ഭായോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. കാര്യം ഇങ്ങനൊരു പുതിയ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ആളുകളുമായിട്ടുള്ള ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് തന്നതിന്. കൽബ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. എൻ്റെ നാട്, എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ നാട്. അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചുണ്ടാക്കിയൊരു കഥയാണ്. ഞാനും സുഹൈൽ കോയ ഈ പടം എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ്. 10-20 പാട്ടുകളും. ഇപ്പം വിജയഭായ് നേരത്തെ പറഞ്ഞതുപോലെ 7 സ്റ്റേജസ് ഓഫ് ലവ് ആണ്. ഒരു ഹൃദയം പ്രണയത്തിലാണെങ്കിൽ അത് 7 സ്റ്റേജിൽ കടന്നു പോകുന്നതാണ് സൂഫി ഫിലോസഫികളൊക്കെ പറയുന്നത്. ആ അഡാപ്ഷൻ ആലപ്പുഴയിലെ കുറേ നമ്മൾ കണ്ടുള്ള കുറേ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്തുണ്ടാക്കിയൊരു സിനിമയാണ് കൽബ്. ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റും ഒക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കൊമേഴ്ഷ്യൽ എല്ലാം ചേരുന്നൊരു സിനിമയായിരിക്കും. എന്തായാലും ജനുവരിയിലാണ് പടം, ജനുവരി 12th പടം റിലീസ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളോടൊപ്പം നമ്മുടെ പടത്തിൻ്റെ ലോഞ്ചിന് ഭാഗമായതുകൊണ്ട് താങ്ക് യു സോ മച്ച് എവറിബഡി. പറഞ്ഞ പോലെ തന്നെ കൽബ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇന്ന് കൽബ്. സോ നിങ്ങളെല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവറിബഡി. താങ്ക് യു. അത്ര പെട്ടെന്ന് താങ്ക് യു പറഞ്ഞു പോലെ. കൽബ് പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിൻ്റെ 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ലവ് സ്റ്റോറി? യു സിംഗിൾ, റെഡി ടു മിംഗിൾ? എന്തെങ്കിലും പ്രണയത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. I mean, obviously, നമ്മളെല്ലാവരും പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. We all have our own stories. We all have, our own experiences with love. So, I mean, എന്തുവായിരുന്നു question?
ഫസ്റ്റ് ലവ് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ടേപ്പ് കിട്ടിയതാ ആക്ച്വലി. ബട്ട് ലൈക്ക് ഐ സെഡ്, ദാറ്റ്സ് ഹൗ യു ലേൺ. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് വി ഗെറ്റ് ബെറ്റർ അറ്റ് ലവിങ് പീപ്പിൾ, വി ഗെറ്റ് ബെറ്റർ അറ്റ് ലവിങ് ourselves. ആൻഡ് സോ പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ പടം ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ഇറ്റ്. അതെനിക്ക് അഷ്യൂർ ചെയ്യാം. അല്ല, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോയാലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഉത്തരം കിട്ടി. നേഹ, അടുത്ത എൻ്റെ പേര് നേഹയാണ്. ഓക്കെ നേഹ, പറയൂ. സിംഗിൾ റെഡി ടു മിംഗിൾ തേപ്പ് കിട്ടി, തേപ്പ് കൊടുത്തു. ഏത് അവസ്ഥയിലാണ്? ഈ 7 സ്റ്റേജസും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. ഭാഗ്യവതി, അതിൽ കൂടെ ഒന്ന് കടന്നു പോകാതെ നിൽക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നേഹ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഒരുപാട് ഹൃദയങ്ങൾ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞ് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണോ രഞ്ജിത്തിനെ കൊണ്ട്, അതോ പാട്ട് ഇട്ട് രഞ്ജിത്ത് ഡാൻസ് ചെയ്യുകയാണ്? ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? എങ്ങനെയാണ്? രണ്ടാണേലും ഡാൻസ് ഉണ്ട്. പാട്ടിട്ട് ഡാൻസ് ചെയ്താലോ? രണ്ടുപേരും പാട്ടിടുമ്പോൾ രണ്ടുപേരും ഡാൻസ് ചെയ്യണം. നമ്മൾ ആലപ്പുഴ മുല്ലക്കൽ എന്ന് പറയുന്ന പാട്ടും അതിൻ്റെ സ്റ്റെപ്സുമാണ് ഇപ്പോൾ കാണി പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ സൈഡിലോട്ട് മാറിയിരുന്നോളാം. ഒരു പോർവൈക്കുൾ ഇരു തൂക്കം കുളു കുളുമ്പുകൾ സൊള്ളിയനയിൽവാൻ അത് തിരുന്നു കൂടെ മനമതയേതാ എതിർപ്പാർക്കും എങ്കേയും പോകാമൽ ദിനം சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சலுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா என் ஜென்மங்களில் ஏக்கங்கள் தேடினா உயிரில் தோடும் தலை വിരലാണി അരികെ നടക്കണേ അലയും ചുടുകാറ്റിന് കൂട്ടിണയാ നാം ഒരു നാൾ കിനാക്കുടലിൽ ചെന്നണയും ഇരുനിലാവലയാ ആരും കാണാ ആരും കാണാവോളിയും നീയേ എൻ്റെ കിതാബിലെ പെണ്ണെ, എൻ്റെ കിതാബിലെ പെണ്ണെ, എന്നിലെ ഞാൻ പടച്ച പെണ്ണെ, മുഖത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിൻ്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയെ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂറേ, ആരും കാണാവോളിയും നീയെ, എൻ്റെ കിതാബിലെ പെണ്ണെ, എൻ്റെ കിതാബിലെ പെണ്ണെ. താങ്ക് യു ഫോർ കമ്മിങ്. കൽബ്, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എൻ്റെ
കൽബിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല, പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും, ഇവരുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ കൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഏതായാലും ഒരുപാട് സന്തോഷം, നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലമായി നമ്മളൊരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ വിഷമം തീർക്കാനുള്ളൊരു സിനിമയാണ് കൽബ് എന്ന് പറയുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിറങ്ങാൻ പറ്റില്ല. അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് വിജയബാബുവിൻ്റെ വണ്ടർഫുൾ സെലക്ഷനാണ്. സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ്. ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നേരെന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരാൾ മുന്നിലേക്ക് വരണം, എന്നിട്ട് പറയണം ആരാണ് നിങ്ങളുടെ കൽബ് എന്ന്. നല്ല ഉത്തരവാണെങ്കിൽ ഒരു കപ്പിൾ ടിക്കറ്റ് കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും. ആരാണ് നിങ്ങളുടെ കൽബ്? ആരും ആവാം. എനിക്കുണ്ടൊരു കൽബ്, എനിക്ക് ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരാള് വാ, ആരെങ്കിലും ഒരാള് നിങ്ങളുടെ കൽബ് ആരാണ് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ്. ഇത്രയും പേരുണ്ടായിട്ട് ആതിരയ്ക്ക് പറയണോ കൽബാരാന്ന്? ആതിരയ്ക്ക് തരൂല. വേറെ ആർക്കെങ്കിലും പറയണോ കൽബ്? പറയണോ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, പറയും ആരാണ് കൽബെന്ന്. താങ്കളുടെ പേര്? ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഇവളെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെൻ്റെ ബ്രദറിനെ മാരി ചെയ്തു. ഇവളുടെ ബ്രദറിനെ ഞാൻ മാരി ചെയ്യാൻ പോവാണ് ഫെബ്രുവരി 4-ാം തീയതി. ഒരു കുടുംബത്തിലെ 2 കപ്പിൾസ് ടിക്കറ്റ് അടിച്ചുകൊണ്ട് പോയി. എൻ്റെ അപ്പച്ചീനെ മോളാ. അപ്പോൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് തന്നെ ഞാൻ തന്നെയായിരുന്നു അവളുമായിട്ട് എപ്പോഴും ഫുൾ ടൈം. ഞാനവൾ ഭയങ്കര കമ്പനിയാണ്. ഞാൻ ഒറ്റ മോനാ, അവൾ ഒറ്റ മോളാ. സോ ഞങ്ങൾ ഫുൾ ടൈം കമ്പനിയായിരുന്നു. എനിക്ക് എന്ത് കാര്യം വന്നാലും എൻ്റെ കൂടെ കാണും, അവൾക്ക് എന്ത് കാര്യം വന്നാലും അവൾ എൻ്റെ കൂടെ കാണും. സോ ദ സ്റ്റിൽ ഇപ്പം ഞാനിവിടെ കൊച്ചിയിലൂടെ ജോലിക്കായിട്ട് വന്നു, അവളിവിടെ കൊച്ചിയിൽ പഠിക്കാനും വന്നു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.